എൻ്റെ പേര് ഡോക്ടർ ആൽവിൻ. ഞാൻ തളിപ്പറമ്പ് മന്നയിൽ ഓർത്തോകെയർ ക്ലിനിക്കിലെ ഡോക്ടറാണ്. അപ്പം സ്പോർട്സ് ഇഞ്ചുറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തി അപ്പം അവർ നടക്കുന്ന സമയത്തോ അപ്പോൾ ഒരു ട്വിസ്റ്റിംഗ് ഇഞ്ചുറി വരുവാണ്, അല്ലെങ്കിൽ ഒരു ഫോള് വരുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വന്നിട്ട് ഹിറ്റ് ചെയ്യുക. അപ്പോൾ ഡാഷ് ബോർഡിലിരിക്കുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു ട്വിസ്റ്റിംഗ്, ഒരു ഡയറക്റ്റ് ഹിറ്റ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറി, ഒരു കൊളിഷൻ സ്പോർട്സ് അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണ് കൂടുതലായിട്ട് സ്പോർട്സ് ഇഞ്ചുറി എന്ന് പറയുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. എന്ത് ചെയ്താലും നമുക്ക് മനസ്സിലാവും സ്പോർട്സ് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീര് വെക്കുക എന്നുള്ളതാണ്. അവിടെ നല്ല സ്വെല്ലിംഗ് ഉണ്ടാവും. അപ്പോൾ കണ്ടമാനം മുട്ടിൻ്റെ അവിടെ വീർത്ത് വരിക, നീര് വെച്ച് വരികയാണ് ഒന്നാമത്തെ ലക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നീര് വെച്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചികിത്സ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ അപ്പോൾ തന്നെ അധികം ലേറ്റ് ആക്കാതെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റുന്നതാണ്. ആദ്യം കാലുകൾ ഉയർത്തി വെക്കുക, നന്നായിട്ട് ഉയർത്തി വെച്ചതിന് ശേഷം അതിന് മുകളിൽ ഐസ് വെക്കുക. ഐസ് വെച്ച് ഒരു ദിവസം ഒരു അരമണിക്കൂർ വെച്ചിട്ട് കൃത്യമായിട്ട് ഐസ്. നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ മുട്ടിന് പ്രശ്നമുണ്ടെന്നാണ് അർത്ഥം. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോക്കിംഗ് എന്ന് പറയുന്നൊരവസ്ഥ, അതായത് മുട്ട് മടക്കാനും നിവർത്താനും പറ്റാതെ ഇടയ്ക്ക് വെച്ച് നിന്ന് പോകുന്ന രീതിയിലുള്ള ഒരു ലോക്കിംഗ് വരുന്നൊരവസ്ഥ. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫാൾസ് ആയി പോകുന്നുണ്ട്. അപ്പോൾ നടക്കുന്നതിനിടയിൽ ബാലൻസ് നഷ്ടപ്പെട്ട് വീഴാൻ പോകുന്ന പോലത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഈ രണ്ട് ബുദ്ധിമുട്ടിൽ ഏതെങ്കിലും ഒന്ന് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഉള്ളിൽ എന്തോ പ്രശ്നമുണ്ട്. ഉള്ളിലെ ഇൻസ്റ്റബിലിറ്റിക്ക് നമ്മൾ അതിന് ചികിത്സ കൃത്യമായിട്ട് എടുക്കേണ്ട ഒരു ആവശ്യം വരും.